ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ അനിശ്ചിതത്വത്തിന് ഒടുവിൽ ശുഭകരമായ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതും അവർ ടൂർണമെന്റിൽ സജീവമായി തുടരാൻ തീരുമാനിച്ചതും കായിക ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെ കാണാപ്പുറങ്ങളും ICCയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിൽ നടന്ന ചർച്ചകൾ നോക്കിയാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഔദ്യോഗികമായി തങ്ങളുടെ ടീമിനെ കളത്തിലിറക്കാൻ തീരുമാനിച്ച വിവരം പുറത്തുവിട്ടതോടെ ആരാധകർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം തുടക്കത്തിൽ ബംഗ്ലാദേശിനോട് ICC കാട്ടിയ നിലപാടിൽ പ്രതിഷേധിച്ചും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുമാണ് പാകിസ്ഥാൻ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചിച്ചിരുന്നത് തന്നെ. എന്നാൽ അയൽ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകൾക്കും ICCയുടെ പക്വമായ ഇടപെടലുകൾക്കും ശേഷം പാകിസ്ഥാൻ തങ്ങളുടെ മുൻ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇന്ത്യ പാക് മത്സരങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണിത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ICC അതീവ പക്വതയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ് ലോകത്തെ വെറും 12 ഫുൾ മെമ്പർ രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പാക് പോരാട്ടം ആഗോള തലത്തിൽ തന്നെ വലിയ വരുമാനവും ശ്രദ്ധയും നേടിക്കൊടുക്കുന്ന ഒന്നാണ്. ഈ മത്സരം നടക്കാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക നഷ്ടം ഇന്ത്യയെ ബാധിക്കില്ലെങ്കിലും പാകിസ്ഥാൻ, സിംബാബ്വെ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമായിരുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ICC പാകിസ്ഥാനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ചർച്ചയുടെ വാതിലുകൾ തുറന്നിടുകയാണ് ചെയ്തത്. മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന പല അഭ്യൂഹങ്ങളെയും തള്ളിക്കളയുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. എന്നാൽ പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങളുമായി ഹാൻഡ് ഷേക്ക് ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ ഉഭയകക്ഷി പരമ്പരകൾ പുനരാരംഭിക്കണമെന്നുള്ള നിബന്ധനകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുമില്ല. പ്രധാനമായും ബംഗ്ലാദേശിനെതിരെയുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കണമെന്നും ഭാവിയിൽ വനിതാ ലോകകപ്പ് പോലുള്ള വലിയ ഈവന്റുകൾ ബംഗ്ലാദേശിന് നൽകണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത്. 2028-2031 കാലയളവിലെ വനിതാ ലോകകപ്പ് വേദികളിൽ ബംഗ്ലാദേശിനെ പരിഗണിക്കാമെന്ന ICCയുടെ ഉറപ്പ് പാകിസ്ഥാനെ അയയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. കൂടാതെ മത്സരവേദിയായ ശ്രീലങ്കയ്ക്കും ഈ തീരുമാനം വലിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ശ്രീലങ്കയുടെ ടൂറിസം മേഖലയ്ക്ക് ഇന്ത്യ പാക് മത്സരം നൽകുന്ന ഉണർവ് വളരെ വലുതാണ്. 10,000-കണക്കിന് ആരാധകരാണ് ഈ മത്സരത്തിനായി ശ്രീലങ്കയിലേക്ക് എത്താൻ ഹോട്ടലുകളും മറ്റു ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ മത്സരം മുടങ്ങിയിരുന്നെങ്കിൽ ശ്രീലങ്കയുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് തന്നെ അത് കനത്ത തിരിച്ചടിയാകുമായിരുന്നു. എന്നാൽ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചതോടെ ശ്രീലങ്കയും ഇപ്പോൾ ഈ ക്രിക്കറ്റ് ഉത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി കളിക്കളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായുള്ള പോരാട്ടത്തിന് മുൻപ് പാകിസ്ഥാന് USA-യുമായി നിർണായകമായ ഒരു മത്സരമുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച അമേരിക്കൻ ടീം ഇത്തവണയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സൗരഭ് നേത്രവൽക്കറയും മൊണാങ്ക് പട്ടേലിനെയും പോലുള്ള താരങ്ങൾ മികച്ച ഫോമിലാണ്. എന്നിരുന്നാലും കൊളംബോയിലെ പിച്ചിലെ പുല്ല് പാകിസ്ഥാൻ പേസർമാർക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഫെബ്രുവരി 15 നടക്കുന്ന ആവേശകരമായ ഇന്ത്യ പാക് പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.